Hi all, welcome to Commerce Bytes. എൻ്റെ 45 to 50 സ്റ്റുഡൻസിന് എൻ്റെ ഒരു വളരെ വലിയ താങ്ക് യു ബിക്കോസ് യു പീപ്പിൾ മേക്ക് മൈ സീയിങ് ഓൾ മൈ വീഡിയോസ് റെഗുലർലി. താങ്ക് യു ഫോർ ദാറ്റ്. എ big thank you. For my 45 to 50 students out there, I will be purely genuine to your all the study materials and my teaching. I will be putting my videos daily without any block. Keep on watching my videos and you can crack Kerala Set June 2021 easily. I can assure you that. Without any delay, let's begin. Today we are going to start with some of the types of teaching and some of the types of learning. It's a random topic searching, but these topics came in our previous year question paper. Okay, so let's start. First one is expository teaching. It is just opposite to discovery learning. ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ നോളജാണ് ഡിസ്കവറി ലേണിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് നമുക്കറിയില്ല, സോ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മളതിൻ്റെ വേർഡിൻ്റെ മീനിങ് നമ്മൾ പഠിക്കുകയാണ്. അത് ഒരു ഡിസ്കവറി ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് മാറും. സോ എക്സ്പോസിഷണറി ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഫോർ നേരിട്ട് നമ്മളൊരു ബുക്കിൽ നിന്ന് വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്രീച്ചിങ് ദ ഡീറ്റെയിൽസ് മീനിങ് ഓഫ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഹോളി മാസിൻ്റെ ഇടയിൽ പ്രസംഗം ഉണ്ടാവില്ലേ, ആ പ്രസംഗത്തിന് നമ്മുടെ പ്രീസ്റ്റ് അതിനെ ആദ്യം ആ ബൈബിളൊന്ന് റീഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അതിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. റൈറ്റ് നാ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എക്സ്പോസിഷണറി ടീച്ചിങ്. ഓക്കെ. The next one is situated learning, which is done by Jean Lev and N.T. Wenker. This is a learning unintentionally creating meaning from the real activities of daily living. It is from the word itself, it's clear that situated learning, ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമ്മളത് ഇൻറ്റൻഷനലി അല്ല പഠിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മളുടെ ഡേ ടു ഡേ ലിവിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഓരോ റിയലായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനെയും ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, which takes place through the relationship between two people, connecting prior knowledge about the authentative and informal unintended കോണ്ടെക്സ്ച്വൽ ലേണിംഗ്. ഓക്കെ, സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് പ്രപ്പോസ് ചെയ്തത് ജീൻ ലെവിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ലേണിംഗ് അൺഇൻറ്റൻഷനലി ക്രിയേറ്റിംഗ് മീനിങ് ഫ്രം ദ റിയൽ ആക്ടിവിറ്റീസ് ഓഫ് എ ഡെയിലി ലിവിങ്. ഓക്കെ, അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 എലമെൻറ്റ്സാണ്, 3 C: കണ്ടൻറ്റ്, കോണ്ടെക്സ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഫസ്റ്റ് വൺ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ദ ഫാക്ട്സ് ആൻഡ് ദ പ്രോസസ് ഓഫ് ദ ടാസ്ക്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ, വാല്യൂസ് ആൻഡ് എൻവയൺമെൻറ്റ് ക്യൂസ്. ദ ലാസ്റ്റ് വൺ ഇസ് കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ് വെർ ദ ലേണർ വിൽ ക്രിയേറ്റ് ആൻഡ് നെഗോഷിയേറ്റ്. സോ സിറ്റുവേറ്റഡ് ലേണിങ്ങിൽ 3 C ഉണ്ട്. ദീസ് 3 C's ആർ ദ എലമെൻറ്റ്സ്: content, context and community. So maybe the question came like this: which type of learning is having 3 C's as their elements? Allengi which learning is having content as its element, or context as its element, or community as its elements? ഇതൊക്കെ keywords ആണ്. Please note it down in your copy. Okay. Next type of learning is very simple and you people will know this topic, that is mastery learning. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റുകളും എല്ലാ കീവേഡ്സും ആ ടോപ്പിക്കിൻ്റെ പേരിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ മീനിങ്. ഇപ്പോൾ സിറ്റുവേറ്റഡ് ലേണിംഗ് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, സിറ്റുവേറ്റഡ് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ലേണിംഗ്. ഇപ്പോൾ മാസ്റ്ററി ലേണിംഗ്, മാസ്റ്റേഴ്സ് നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്യും, അതിനെ കുറച്ചും കൂടെ ഒന്ന് ഗ്രേഡ് കൂട്ടി നമ്മളതിനെ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ട് പഠിക്കുന്നതാണ് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്. സെയിം ഇത് തന്നെയാണ്. The students must achieve level of mastery in prerequisite knowledge before moving forward to learn the subsequent information. The students
expect to master learning objectives or goal before their next goal. The students learning to new learning after learning prerequisite. ഇതാണ് ഇതിൻ്റെ കീവേഡ്. ദി സ്റ്റുഡൻസ് ലേണിംഗ് ടു ന്യൂ ലേണിംഗ് ആഫ്റ്റർ ലേണിംഗ് പ്രീറിക്വസിറ്റ്. ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകുന്നതിനെയാണ് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ BCom ചെയ്യും. ദ നെക്സ്റ്റ് വൺ വിൽ ബി ദ MCom. I am specifying about the commerce students, right? BCom കഴിഞ്ഞിട്ട് നമ്മൾ MCom പഠിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് മാസ്റ്ററി ലേണിംഗ്. സോ ഇപ്പോൾ നമ്മൾ 3 നമ്മൾ പഠിച്ചു. എക്സ്പോസിഷണറി ടീച്ചിങ്, പിന്നെ സിറ്റുവേറ്റഡ് ലേണിംഗ്, മാസ്റ്ററി ലേണിംഗ്. എക്സ്പോസിഷണറി ടീച്ചിങ്ങിൽ ഡിസ്കവറി ലേണിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചു. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പ്രീച്ചിങ് ദ ഡീറ്റെയിൽസ് മീനിങ് ഓഫ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ്. ഓക്കെ. പിന്നെ പറഞ്ഞു സിറ്റുവേറ്റഡ് ലേണിംഗ്, ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. മാസ്റ്ററി ലേണിംഗ് ഒരു ലെവലിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ. പിന്നെ എക്സ്പോസിഷണറി ടീച്ചിങ്ങിൽ ഒരു പോയിൻറ്റും കൂടെ അവർക്ക് എടുത്ത് ചോദിക്കാം. മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി വിച്ച് ടീച്ചിങ് ഈസ് ആൻ ഓപ്പോസിറ്റ് ഓഫ് ഡിസ്കവറി ലേണിംഗ്. ദാറ്റ് ഈസ് എക്സ്പോസിഷണറി ടീച്ചിങ്. ഉൾട്ടയും അവർക്ക് ചോദിക്കാം എക്സ്പോസിഷണറി ടീച്ചിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളത്. സോ ദ ആൻസർ വിൽ ബി ഡിസ്കവറി ലേണിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ എക്സ്പോസിഷണറി ടീച്ചിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള ഡിസ്കവറി ലേണിംഗ്. Now let's study the discovery learning which was done by Berner, which is one of the most important person in this B.Ed. Okay, we can study him more detail in our future classes. Okay, first let's check out the discovery learning. The technique of inquiry based learning and is considered as a constructivist based approach to the education, and it is called as problem based learning, experiential learning, and 21st century learning. The person draws his or her own past experiences and existing knowledge to discover the facts and relationship and the new truth to be learned. So it's clear. ഈ ഡിസ്കവറി ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. എൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നുള്ള രീതിക്കാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ. ഇതിനെ നമ്മൾ പല പേരിൽ വിളിക്കും. ഡിസ്കവറി ലേണിങ്ങിനെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സോ 21st century ലേണിംഗ്. സോ ഡിസ്കവറി ലേണിങ്ങിൻ്റെ പല പേരുകളും നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ടാവണം. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, experiential learning, 21st century learning. The person draws on his or her past experiences. ഒരാളുടെ പാസ്റ്റ് ഓർ പ്രസൻറ്റ് എക്സ്പീരിയൻസസ്, പിന്നെ എക്സിസ്റ്റിംഗ് നോളജ് ടു ഡിസ്കവർ ദ ഫാക്ട്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ദ ന്യൂ ട്രൂത്ത് ടു ബി ലേൺഡ്. അയാൾ കണ്ടുപിടിച്ച ഓരോ പുതിയ കാര്യങ്ങളും ഇതെല്ലാം ഈ ഡിസ്കവറി ലേണിങ്ങിൽ വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്പെസിഫൈ നിങ്ങളോട് ചെയ്തിരുന്നു. നമ്മളെപ്പോഴും ഈ ടീച്ചിങ്ങിൻ്റെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ പഠിക്കുമ്പോഴും നമുക്കത് റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിരിക്കുന്ന ഓരോ വാക്കുകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഡിസ്കവറി ലേണിംഗ്, മാസ്റ്ററി ലേണിംഗ്, സിറ്റുവേറ്റഡ് ലേണിംഗ്, ഇതൊക്കെ നമ്മൾക്ക് ഡെയിലി ബേസിസിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വാക്കുകളാണ്. സോ വേറെ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ മീനിങ് അറിയാവുന്നത് അത് വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഗോയിങ് ടു ബി സോ സിമ്പിൾ ആൻഡ് സൂപ്പർ ഈസി. ഓക്കെ, ഈ ഒരു ഡിസ്കവറി ലേണിങ്ങിൽ നമ്മൾ പറഞ്ഞു ഡിസ്കവറി ലേണിംഗ് ക്യാൻ ബി കോൾഡ് ആസ് പ്രോബ്ലംസ് ബേസ്ഡ് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് 21st century ലേണിംഗ്. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതിനെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതിൻ്റെ കീ വേർഡ് എക്സ്പീരിയൻഷ്യൽ, അതിൻ്റെ ആ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസസ്. കണ്ടോ, ആ ഒരു മീനിങ്ങും ആ ഒരു വേർഡും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു വാട്ട് ഈസ് ഡിസ്കവറി ലേണിംഗ്, എന്തായിരിക്കും ഡിസ്കവറി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്തു പോകുന്ന ഡിസ്കവറി. സോ അതായിരിക്കും ഡിസ്കവറി ലേണിംഗ്. ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻസ് ചെയ്യണത്
the learning through experience, the learning through reflection on doing. ഇത്രേ ഉള്ളൂ. This is experiential learning. Understood? Hope these 5-6 points are clear to you. See you in the next class. Keep working in your notes and keep on studying, keep on working hard and do well in your exam. Thank you.